തന്റെ മുന്നിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് രഞ്ജിത്തിന് സഹതാപം തോന്നി. ലിസി, ആ പയ്യനെ ഇങ്ങോട്ട് വിളിക്കുക. വനിതാ കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി. 2 മിനിറ്റിനുള്ളിൽ അർജുൻ അവിടേക്ക് എത്തി. ഡോ, നിന്റെ ചേച്ചി ഓർത്ത് മാത്രം ഇപ്പൊ വെറുതെ വിടുക. മേലാൽ നിന്നെ അവന്റെ കൂടെ എങ്ങാനും കണ്ട പോലീസാണ് തനി സ്വഭാവം നീ മനസ്സിലാവും. കേളാ, ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ, അതുകൊണ്ട് പേടിയില്ല. അർജുൻ യാതൊരു കൂസലില്ലാതെ പറഞ്ഞു. രഞ്ജിത്ത് ചാടിണീറ്റു. പ്രായം നോക്കില്ല, ഞാൻ അടിച്ച് പല്ലൊഴിക്കും. ഡോറിൽ തട്ടി കേട്ടപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ട് നോക്കി. അല്ല, ആരിത് ഗിരിയോ? അയാളുടെ മുഖത്തെ ദേഷ്യം മാറി പകരം അവിടെ ഒരു ചെറുചിരി വിരിഞ്ഞു. താനെന്താടോ ഇവിടെ? അത് ഇവരെന്റെ നാട്ടുകാരാ സാർ. ഗിരി വിനയത്തോടെ മുന്നോട്ട് നീങ്ങി നിന്നു. ഇവരുടെ അച്ഛനും ഞാനും പണ്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ആ, ഈ കുട്ടി പറഞ്ഞ അച്ഛൻ മരിച്ചുപോയെന്ന്. അച്ഛനില്ലാത്തതിന്റെ കുറവിന് നന്നായിട്ടുണ്ട്. ദേ ഗിരി, ഇപ്പൊ ഞാൻ വെറുതെ വിടുക, കൂട്ടിയിട്ട് വെക്കോ. ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോ ഇവനെ തല്ലും. ഒരു കേസ് ഉണ്ടാക്കി അകത്തിട്ടാ അതോട് തീരുവന്റെ പഠിപ്പും ഭാവിയല്ല. ഈ പെങ്കൊച്ചിനെ ഓർത്തിട്ടാ അത് ചെയ്യാത്ത. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ശരി സാർ. രഞ്ജിത്ത് അമൃതയുടെ നേരെ തിരിഞ്ഞു. അനിയനെയും കൊണ്ടുപോയിക്കോ. അവൾ കൈകൂപ്പി പിന്നെ വെളിയിലേക്ക് നടന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേയല്ലെന്ന മട്ടിൽ അർജുൻ അവൾ അനുഗമിച്ചു. പോട്ടെ സാർ. ഹാ, നിൽക്കണോ? താൻ ദുബായിലായിരുന്നു അല്ലേ? എപ്പോഴാണ് നാട്ടിലെത്തിയത്? ഒരാഴ്ച കഴിഞ്ഞ്. ഇപ്പൊ എഴുത്തൊന്നുമില്ലേ? ഏയ്, അതൊക്കെ വിട്ടു. സാറിന് പുതിയ നാടകം യൂട്യൂബിൽ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിൽ തട്ടിക്കൂട്ടിയതാണോ അനിയനാ യൂട്യൂബിലിട്ടത്? ഇപ്പൊ നാടകമൊന്നും ആർക്കും വേണ്ടല്ലോ. താൻ എഴുത്ത് നിർത്തരുത്, നല്ലൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക. നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. എഴുതാനുള്ള കഴിവൊന്നും എല്ലാവർക്കും കിട്ടില്ലല്ലോ. ദൈവം നന്ന് വലിച്ചെറിയരുത്. ശ്രമിക്കാം സാർ. തന്റെ നമ്പർ പറ. ഗിരി മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. രഞ്ജിത്ത് തന്റെ ഫോണിൽ സേവ് ചെയ്തു. എന്നാൽ താൻ വിട്ടോ, നേരെ ഒരുപാടായില്ലേ, ഞാൻ വിളിച്ചോളാം. ഗിരി തലയാട്ടി പിന്നെ പുറത്തേക്ക് നടന്നു. ആരാ സാറേ അത്? ലിസി ചോദിച്ചു. അതാണ് ഗിരി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ടാ. നന്നായിട്ട് എഴുതുമായിരുന്നു. അവന്റെ കഥ നാടകമാക്കി ഞങ്ങൾ കുറെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ വരെ കയറാനുള്ള കഴിവൊക്കെ ഉള്ളവനാ. പക്ഷെ ഇടയ്ക്ക് വെച്ച ആളെല്ലാം നിർത്തി. രഞ്ജിത്ത് ചെയറിലേക്ക് ചാരിയിരുന്നു. ഇവന്റെ പല കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള നായികക്ക് ഈ പെൺകുട്ടിയുടെ നല്ല സാമ്യമുള്ള പോലെ. നീണ്ട മുടി, ഭംഗിയുള്ള വലിയ കണ്ണുകൾ, ഒറ്റക്കവിളിലെ നുണക്കുഴി, ചുണ്ടിന് വലതുവശത്തെ കാക്കാപ്പുള്ളി. ആ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ ഭാവനയിൽ കാണുന്ന പെൺകുട്ടി തന്നെയാണിതെന്ന് എനിക്ക് തോന്നിപ്പോയി. ചിലപ്പോൾ ശരിയായിരിക്കും സാറേ. അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറായ ഒരാൾ സ്റ്റേഷനകത്ത് കയറിയെന്ന് അവൾക്ക് വേണ്ടി സാറിനെ കാണൂ. ആ, എന്തെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിക്കാം. രഞ്ജിത്ത് എഴുന്നേറ്റു. പിന്നെ ക്യാപ്പ് തലയിൽ വെച്ച് പുറത്തിറങ്ങി ജീപ്പിന് നേരെ നടന്നു. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. അർജുൻ മൊബൈലിൽ എന്തോ ഗെയിം കളിക്കുകയാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വിജനമായ നാട്ടുപാതയിലേക്ക് ഓട്ടോ പ്രവേശിച്ചു. പാടത്തിന്റെ നടുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അമൃത പുറത്തേക്ക് നോക്കി. അങ്ങ് ദൂരെ ക്ഷേത്രത്തിലെ പ്രകാശം കാണാം. അതിനടുത്ത് അരയാലിന്റെ നിഴൽ രൂപം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന രാത്രികളിൽ ഈ വയലിൽ വെച്ചാണ് കലാപരിപാടികൾ ഉണ്ടാവാറ്. അതിന്റെ ഇടതുവശത്ത് ഉത്സവചന്ത, വാദ്യമേളങ്ങളുടെയും ഇടയ്ക്കിട മൈക്കിലൂടെ മുഴങ്ങുന്ന അനൗൺസ്മെന്റിന്റെയും ശബ്ദം. എഴുന്നള്ളത്തിന് ശേഷം അമ്പലത്തിന്റെ പുറകിലേക്ക് വിശ്രമിക്കാൻ പോകുന്ന ആന കുട്ടിശങ്കരൻ. ചന്തയിൽ നിന്നും വാങ്ങിയ കുപ്പിവളകളും മാലയും അണിഞ്ഞ് ബഹളങ്ങൾക്കിടയിലൂടെ അച്ഛന്റെ കൈയും പിടിച്ച് നടക്കുന്ന താൻ. അവളൊന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു. ഒന്നുമില്ല. ഭൂതകാലത്തിനപ്പുറം ഈ രാവ് പോലെ ഇരുട്ട് നിറഞ്ഞ ജീവിതം മാത്രം ബാക്കി. അവളൊന്ന് ഇടിയുർപ്പെട്ടു. ഓട്ടോ വീണ് മുമ്പിൽ നിന്നയുടനെ അർജുൻ ഇറങ്ങി അകത്തേക്ക് പോയി. എത്രയായി ഗിരിയേട്ടാ? അമൃത ബാഗ് തുറന്ന് പൈസ എടുത്തു. ഔദാര്യം കുമാരേട്ടന്റെ മകൾ സ്വീകരിക്കില്ലെന്നറിയാം. 200 രൂപ നീക്ക്. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പൈസ അവന് നൽകി. ചായ കുടിച്ചിട്ട് പോവാം. ഏയ് വേണ്ട, ഓട്ടോക്കാരന്റെ സ്ഥാനം എന്താ? ഇവിടെ വരെയാ. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗിരിയേട്ടാ പ്ലീസ്. അമൃത കെഞ്ചി. എല്ലാം കഴിഞ്ഞതല്ലേ ഒരിക്കല്, ഇനിയും കുത്തി നോവിക്കരുത്. താങ്ങാനാവുന്നതിൽ കൂടുതൽ ഇപ്പൊ തന്നെയുണ്ട്. അതേടി, അന്നും ഇന്നും നിനക്ക് നിന്റെ പ്രശ്നങ്ങള്, നിന്റെ കുടുംബം, നിന്റെ സങ്കടങ്ങള്. മറ്റുള്ളവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. പേടിക്കണ്ട, പഴയത് ഓർപ്പിക്കാൻ വന്നല്ല ഞാൻ. ആ പ്രായമൊക്കെ കഴിഞ്ഞു. ഗിരി ഒരു പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി അവൾക്ക് നീട്ടി. എന്റെ നമ്പരാ, എങ്ങോട്ടെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണം. അതിപ്പോ ഏത് നേരത്തായാലും പ്രശ്നമില്ല. അഥവാ ഞാൻ നാട്ടിലില്ലെങ്കിൽ വേറെ ഓട്ടോ ഏർപ്പാടാക്കി തരും. അവളത് വാങ്ങി. ഓട്ടോ ദൂരേക്ക് മറഞ്ഞ ശേഷം അവൾ വീടിനുള്ളിലേക്ക് കയറി. ഹാളിലെ സോഫയിൽ അമ്മ സുമതി കിടന്നുകൊണ്ട് TV കാണുന്നുണ്ട്. തൊട്ടരികിലെ കസേരയിലിരുന്ന് അർജുൻ ചോറും കറികളും ആർത്തിയോടെ കഴിക്കുന്നു. അത് കണ്ടപ്പോൾ അമൃതയ്ക്ക് വിറഞ്ഞു കയറി. നന്നായി വെട്ടി വിഴുങ്ങണ, ആരോഗ്യം വരട്ടെ, എന്നാലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റൂ. വാതിലടച്ച ശേഷം അവൾ അലറി. ഞാൻ നിന്നോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്ത്? രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് ഇവിടെത്തി. പിന്നെ നിനക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ കയറാനുള്ള യോഗം ഉണ്ടാക്കിയില്ലേ? കൂടപ്പിറപ്പിനുള്ള സ്നേഹം ഇങ്ങനെ തന്നെ കാണിക്കണം. ചേച്ചിയോട് ഞാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാൻ. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ ജയിലിടാൻ അവർക്ക് പറ്റില്ല. ചേച്ചി വന്നില്ലെങ്കിൽ എന്നെ വിട്ടേരെ. അവൾ സുമതിയെ നോക്കി. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? നീ പോയി കുളിച്ച് വല്ലതും കഴിക്ക്, രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ? സുമതി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇതാണ് പ്രശ്നം.
അമൃത കൈകൾ മാറിൽ കെട്ടി. പുന്നാര മോൻ കാണിച്ചൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടോ മോന്റെ കൂട്ടിയിട്ട്. ഇനി ഉപയോഗം തുടങ്ങിയിട്ടും ദൈവത്തിനറിയാം. നാളെ ഇവൻ ആരെങ്കിലും കൊന്നിട്ട് വന്നാൽ അമ്മ സപ്പോർട്ട് ചെയ്യണം. ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? അർജുൻ പ്ലേറ്റ് നിലത്തേക്ക് എറിഞ്ഞു. ചോറും കറികളും തറയിൽ ചിതറി. ആജുമനിക്ക് ഞങ്ങളോട് ഇന്നവരെ കഞ്ചാവ് വലിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി അതൊക്കെ നിർത്തിയിട്ട് കാലം കുറേയായി. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇക്കയും ഫ്രണ്ട്സ് ഓടിയെത്തും. പിന്നെ പണ്ടെങ്ങാട് അങ്ങനെ സംഭവിച്ചു നീട്ടി എപ്പോഴും നടക്കണമെന്നുണ്ടോ? ചേച്ചിയുടെ സ്വഭാവം ആദ്യം നന്നാക്ക്. വെറുതെ അല്ല അഭിയേട്ടൻ പറയുന്നു. ചേച്ചിക്ക് ഭ്രാന്ത് മാറിയിട്ടില്ലെന്ന്. അതോടെ അമൃതയുടെ നിയന്ത്രണം വിട്ടു. മുന്നിലിരുന്ന കസേര അവൾ തൊഴിച്ചെറി